കണ്ണു തുറന്നതും സാറെ ആദ്യം കാണുന്നത് ഒരു ട്രിപ്പ് സ്റ്റാൻഡാണ്. അതിലേക്ക് നോക്കുമ്പോഴും ശരീരത്തിൽ വല്ലാത്തൊരു വേദന. എന്താണ് സംഭവിച്ചതെന്ന് അവളൊന്ന് ഓർത്തു നോക്കി. ഒരു ബൈക്ക് തനിക്കരികിലേക്ക് വരുന്നത് മാത്രമാണ് ഓർമ്മ. മറ്റൊന്നും ഓർമ്മകളിലേക്ക് വരുന്നില്ല. ആ ബൈക്ക് തന്നെ ഇടിച്ചിട്ടുണ്ടാവും എന്നവൾ ഊഹിച്ചു. കണ്ണു തുറന്നോ? അരികിൽ നിന്ന് നേഴ്സ് ചോദിച്ചപ്പോൾ അവരുടെ മുഖത്തേക്ക് അവളൊന്ന് നോക്കി. ശേഷം മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അയ്യോ, എഴുന്നേൽക്കണ്ട. 1 മാസമെങ്കിലും റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. 1 മാസമോ? അവൾ ഞെട്ടി. എൻ്റെ ബാഗ്, ഫോൺ. അവൾ ചോദിച്ചതും നേഴ്സ് അവളുടെ ബാഗിൽ നിന്നും ഫോൺ എടുത്തു കൊടുത്തു. എന്നെ ഇവിടെ ആരാ കൊണ്ടുവന്നത്? അവൾ നേഴ്സിനോട് ചോദിച്ചു. കുറച്ചധികം നാട്ടുകാരാണ് വന്നത്. ആക്സിഡന്റ് കേസ് ആയതുകൊണ്ട് ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് അവർ പോയി. പിന്നെ പോലീസ് പുറത്തുണ്ട്. നേഴ്സ് അത് പറഞ്ഞതും പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത് ആദമിനെയാണ്. അവനുണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത. ബോധം തെളിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവരോടൊന്ന് പറയട്ടെ. അതും പറഞ്ഞ് നേഴ്സ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അങ്ങേയറ്റം ആകാംക്ഷയോടെയാണ് വാതിലിലേക്ക് നോക്കിയത്. കയറി വരുന്നത് ആദമായിരുന്നെങ്കിൽ എന്ന് അത്രത്തോളം ആഗ്രഹിച്ചു. എന്നാൽ പ്രതീക്ഷകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് കയറി വന്നത് അനീഷേട്ടനാണ്. ആളെ കണ്ടതും ചെറിയൊരാശ്വാസം തോന്നിയെങ്കിലും പ്രതീക്ഷിച്ച ആളെ കാണാത്തതിൻ്റെ വേദന മുഖത്തറിയാതെ നിഴലിച്ചു പോയിരുന്നു. എന്താ സാറാ, ഇതുവരെയും റോഡ് ക്രോസ് ചെയ്യാൻ പഠിച്ചില്ലേ? ഒരു തമാശയോടെ അരികിലെ കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിക്കുന്നുണ്ട് ആള്. ഒന്ന് ചിരിച്ചു കാണിക്കുക മാത്രമാണ് ചെയ്തത്. പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ തോന്നി. പിന്നെ ഒന്നും ഓർമ്മയില്ല, അവൾ പറഞ്ഞു. ഞാനവിടെ ഹൈവേയിലുണ്ടായിരുന്നു. ആൾക്കാരെല്ലാവരും കൂടി നിൽക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് വന്നത്. അപ്പോൾ മനസ്സിലായി ആക്സിഡൻറ്റിൽ പെട്ടത് സാറയാണെന്ന്. അറിഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാനൊന്ന് പേടിച്ചു. പിന്നെ നാട്ടുകാരും കൂടി ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി കൂട്ടി ഹോസ്പിറ്റലിൽ വന്നു. കാലിന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു 2-3 ആഴ്ച പ്ലാസ്റ്റർ ഇടേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതും കൂടി കേട്ടതോടെ അവൾക്ക് ആകപ്പാടെ വെപ്രാളം. ഇനി എന്ത് ചെയ്യുമെന്നതുപോലെ. ഞാൻ ശ്യാമയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവളിപ്പോൾ മോളെയും കൂട്ടി ഇങ്ങോട്ട് വരും. ടെൻഷൻ അടിക്കണ്ട. അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ടുകൊണ്ട് അനീഷ് പറഞ്ഞു. 3 ആഴ്ച വീട്ടിലിരിക്കാമെന്ന് വെച്ചാ? അവൾ പറഞ്ഞു. ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അത് സാരമില്ല, ഞാനവിടെ സൂപ്പർ മാർക്കറ്റിൽ വിളിച്ച് പറഞ്ഞോളാം. അതേപോലെ ഹൗസ് ഓണറിനോടും ഞാൻ സംസാരിച്ചോളാം. 1 മാസത്തെ വാടകയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. അതൊന്നും പേടിക്കണ്ട. പിന്നെ ശ്യാമയും അമ്മയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് വേറെ ടെൻഷനൊന്നും അടിക്കണ്ട. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനീഷ് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സമാധാനം അവൾക്ക് തോന്നി. പെട്ടെന്നാണ് കിതച്ചുകൊണ്ടൊരുവൻ ആ കാഷ്വാലിറ്റി മുറിക്കുള്ളിലേക്ക് കയറി വന്നത്. അതും കാറ്റുപോലെ. പെട്ടെന്ന് അവിടെ നിന്ന് നേഴ്സും അനീഷും അടക്കം എല്ലാവരും ആ മുഖത്തേക്കാണ് നോക്കിയത്. അത്രത്തോളം ബലത്തിലാണ് അവൻ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്നത്. മുഖത്താകെ വെപ്രാളം പോലെ. അനീഷ് മനസ്സിലാവാത്ത പോലെ ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി. സാറിങ്ങി പോന്നോ? ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ആ പയ്യന്റെ മിസ്റ്റേക്കാണ്. ഇങ്ങോട്ട് ഓവർ സ്പീഡായിരുന്നു. ഞാൻ അവരോട് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവനെയും കൊണ്ട് ഞാൻ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി ഇരുന്നതാണ്. കുറച്ചു മുൻപേ അപകടത്തിൻ്റെ കാരണവും അത് തനിക്ക് പരിചയമുള്ള ആളാണ് എന്നതും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആദത്തിനെ വിളിച്ച് അനീഷ് പറഞ്ഞിരുന്നു. ആദത്തിൻ്റെ അധികാര പരിധിയിൽ ഇങ്ങനെയൊരു പ്രശ്നം നടക്കുമ്പോൾ അത് വിളിച്ചു പറയേണ്ടത് അത്യാവശ്യമാണല്ലോ. എന്നാൽ അത് കേട്ടപ്പോൾ മുതൽ അവന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. മന്ത്രിക്ക് എസ്കോട്ടൊക്കെ പോയി ജസ്റ്റ് സ്റ്റേഷനിലോട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവൻ. ഒരു വക അവൻ ഇന്നത്തെ ദിവസം കഴിച്ചിട്ട് പോലുമില്ല. അതിൻ്റെ കൂടെ ഇങ്ങനെ സാറയ്ക്കൊരു ആക്സിഡന്റ് കൂടി പറ്റിയെന്ന് അറിഞ്ഞതോടെ അവൻ ആകപ്പാടെ തകർന്നു പോയി എന്ന് പറയുന്നതാണ് സത്യം. വല്ലാത്തൊരു ഞെട്ടലും വേദനയും ഒക്കെ ആ നിമിഷം അവനിൽ ഉണ്ടായി. ഇവിടെ ഹോസ്പിറ്റലിലെത്തി അവളെ കാണുന്നത് വരെ ജീവൻ കയ്യിൽ പിടിച്ചോടിയതുപോലെ ഒരവസ്ഥ. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയതാണ്, ഒരിക്കൽ കൂടി നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം. അതിങ്ങനെ അവനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെ കണ്ടതും അവനൊരു ആശ്വാസം തോന്നി. പക്ഷെ അവൻ്റെ നിൽപ്പും വെപ്രാളവും വിയർത്തൊലിച്ച യൂണിഫോം വസ്ത്രത്തിലുള്ള നിൽപ്പും എല്ലാം കൂടെ കണ്ടതും അനീഷിനാകപ്പാടെ ഒരു പന്തികേട് തോന്നി. സാറയ്ക്ക് വല്ലാത്തൊരു പരിഭ്രമവും. അനീഷ് അവനെ നോക്കുന്നതെല്ലാം സാറ കാണുന്നുണ്ടായിരുന്നു. ഇന്ന് തന്നെ എല്ലാവർക്കും എല്ലാം മനസ്സിലാകുമെന്ന് അവൾ ആ നിമിഷം മനസ്സിൽ ഓർമ്മിച്ചു. എനിക്കിവിടെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അനീഷേ, അതുകൊണ്ട് വന്നതാണ്. പെട്ടെന്നൊരു സ്ഥലകാലബോധം വീണ്ടെടുത്ത് ആദം അത് പറഞ്ഞപ്പോൾ സാറയിൽ ആശ്വാസം. ആദമൻ കാണുകയും ചെയ്തു. ആ ബൈക്കുകാരൻ എവിടെ? എന്താ സംഭവം? ആദം പെട്ടെന്ന് പോലീസായി. ഓവർ സ്പീഡായിരുന്നു സാറേ, അനീഷ് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നുണ്ട്. കേസ് ചാർജ് ചെയ്തില്ലേ?
അനീഷിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു. ഇല്ല, കൊച്ചു പയ്യനാണ്. ഗൾഫിലൊക്കെ പോകാനുള്ളതെല്ലാം ശരിയായിട്ടിരിക്കുകയാണെന്നാ പറഞ്ഞത്. ഒരു ഒത്തുതീർപ്പും മറ്റും നോക്കുകയാണെങ്കിൽ പ്രായവും തീരെ കുറവാണ്. അനീഷ് അവന്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. അതുകൊണ്ട്? ഗൗരവത്തോടെ അനീഷിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ആദം. അതല്ല, അവന് ഗൾഫിലോ മറ്റോ പോകാനുള്ളതെല്ലാം ശരിയായെന്നാണ് പറഞ്ഞത്. അതിനിടയിൽ പോലീസ് കേസൊക്കെ വന്നാൽ സാറയ്ക്ക് പരാതിയില്ലെങ്കിൽ അത് ഒത്തുതീർപ്പാക്കാവുന്നതല്ലേ ഉള്ളൂ. അനീഷ് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. നിയമം എല്ലാവർക്കും ബാധകമാണ് അനീഷേ. ഇപ്പോൾ കൃത്യമായ താക്കീത് നൽകിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ആവർത്തിക്കും. അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ ആദം പറഞ്ഞതും പെട്ടെന്ന് മുറി തുറന്നു. ശ്യാമയും മോളും വന്നതും ഒരുമിച്ചായിരുന്നു. മോൾ ആദ്യം കണ്ടത് ആദത്തിനെയാണ്. സാറ കിടക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം അവൾക്ക് കണ്ണിൽ പെട്ടതും അവനെയാണ്. അപ്പാ, ചിരിയോടെ മോളി വിളിച്ചതും സാറ ഞെട്ടിപ്പോയി. പിന്നാലെ അനീഷും ശ്യാമയും. ഇതെന്തെന്ന് അത്ഭുതത്തോടെ സാറയുടെ മുഖത്തേക്ക് നോക്കിയവർ. ആദത്തെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞു പെണ്ണിന്റെ വിളി. അവന് നേരെ കൈനീട്ടിയിരുന്നു അപ്പോഴേക്കും കുഞ്ഞ്. അത് കാണി എടുക്കാതിരിക്കാൻ സാധിച്ചില്ലവന്. അവൻ വേഗം കുഞ്ഞിനെ കയ്യിൽ വാങ്ങി. ആ നിമിഷം ആരെന്ത് വിചാരിക്കുമെന്നോ അനീഷും ശ്യാമയും തന്നെ തെറ്റിദ്ധരിക്കുമെന്നോ ഒന്നുമുള്ള ചിന്ത അവനിൽ ഉണ്ടായിരുന്നില്ല. അവന്റെ കയ്യിൽ വന്നതിന് ശേഷമാണ് മോള് സാറയെ കാണുന്നത്. അവളെ കണ്ടതും കുഞ്ഞിൽ വീണ്ടും വല്ലാത്തൊരു പരിഭ്രമം. അമ്മേ, കുഞ്ഞവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു. ആ മുഖമൊക്കെ കരയും മാതിരി ആയിട്ടുണ്ട്. കുഞ്ഞ് ശരിക്കും പേടിച്ചു എന്ന് ആദ്യത്തിന് മനസ്സിലായി. അമ്മയ്ക്ക് ഒന്നുമില്ല കേട്ടോ, കാലിലൊക്കെ വെറുതെ കെട്ടിവെച്ചിരിക്കുന്നതാണ്, പെട്ടെന്ന് മാറും. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സാറയുടെ അരികിലായി ഇരുത്തി ആദം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ പരസ്പരം നോക്കി നിൽക്കുകയാണ് അനീഷും ശ്യാമയും. സാറയാണെങ്കിൽ ഒരു കുറ്റവാളിയെ പോലെ അവരെ ഒന്നും നോക്കാൻ പോലും സാധിക്കാതെ മുഖം താഴ്ത്തിയിരിക്കുകയാണ്. ആദം കുഞ്ഞിനെയും കയ്യിലെടുത്ത് പുറത്തേക്ക് നടന്നു. ഞാൻ സാറിനോട് കേസിന്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് വരാം. സാറയോട് അത്രയും പറഞ്ഞ് ശ്യാമയെ നോക്കി കണ്ണുകൾ കൊണ്ട് കാണിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അനീഷ്. ആ നിമിഷം ശ്യാമ സാറയുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പൊ എങ്ങനെയുണ്ടടി? ശ്യാമ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല ചേച്ചി, അവളൊരു മടിയോടെയാണെങ്കിലും മറുപടി പറഞ്ഞു. ആ സാറിനെ നിനക്ക് നേരത്തെ അറിയോ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു ആമുഖവുമില്ലാതെ ചോദിക്കുന്നുണ്ട് ശ്യാമ. അവൾക്ക് അതിന് മറുപടിയൊന്നുമില്ല. മോളെന്തിനാ ആ സാറിനെ അപ്പാന്ന് വിളിച്ചേ? പിന്നെ ഇന്നലെ രാത്രിയിൽ നിന്റെ വീട്ടിൽ വന്നത് അയാളായിരുന്നോ? സാറയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശ്യാമ ചോദിക്കുന്നുണ്ട്. അത് ശ്യാമ എങ്ങനെ അറിഞ്ഞു എന്ന ഭാവത്തിൽ അവളെ ഒന്ന് നോക്കുന്നുണ്ട് സാറ. നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്തുള്ള ഡോക്ടറുടെ വീട്ടിലെ പട്ടി എങ്ങനെയോ രാവിലെ ചത്തുപോയി. അയാൾ ഇന്ന് CCTV മുഴുവൻ നോക്കുന്നത് കണ്ടു. ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അയാൾ പോകുന്നതിൻ്റെ CCTV ദൃശ്യം ഞാൻ കണ്ടത്. അത് നിന്റെ വീട്ടിലേക്ക്. നീ എന്നോട് പറഞ്ഞത് നിന്റെ ആങ്ങള വന്നെന്നല്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശ്യാമ ചോദിക്കുന്നുണ്ട്. സാറി ഒന്നും മിണ്ടാതിരുന്നു, ഒരു കുറ്റവാളിയെ പോലെ. ഞാനൊരു കാര്യം ചോദിക്കാം. അയാളെ അന്ന് നീ പരാതി കൊടുത്തതിന് ശേഷം നിന്നെ ഒരു വട്ടം കാണാൻ വന്നു എന്ന് പറഞ്ഞില്ലേ? അന്ന് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുകയോ മറ്റോ ഉണ്ടായോ? ശ്യാമ തുടർന്നു. എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? സാറ പേടിയോട് ചോദിച്ചു. എടി, പോലീസുകാരുടെ സ്വഭാവമാണ്. നീയാണെങ്കിൽ കൊച്ചിനെയും കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെണ്ണ്. മാത്രമല്ല, നീ അയാളുടെ മുൻപിലെത്തിയത് ഭർത്താവിനെതിരെ പരാതി കൊടുക്കാനും. അയാൾ നിന്നെക്കുറിച്ച് എന്താ കരുതുന്നതെന്ന് അറിയില്ലല്ലോ. ഒന്ന് വളയുമോ ഒന്ന് നോക്കാൻ വേണ്ടി വീട്ടിലൊക്കെ വന്നതാണെങ്കിലോ? സൂക്ഷിച്ചും കണ്ടും വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. നീ എന്നോടെങ്കിലും എല്ലാം തുറന്നു പറ. പോലീസുകാരോ നിനക്കറിയാലോ, മറ്റാരാണെങ്കിലും കുഴപ്പമില്ല. അവരുമായിട്ടൊന്നും ആവശ്യമില്ലാത്ത അടുപ്പത്തിന് പോവാതിരിക്കുന്നതാണ് നല്ലത്. അയാളാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനും. എന്തിൻ്റെ പുറത്താ നിന്റെ പിറകെ കൂടിയിരിക്കുന്നതെന്ന് ആർക്കറിയാം? വല്ലാത്തൊരു ഭയം തോന്നി സാറയ്ക്ക്. ഒപ്പം അതും കൂടി കേട്ടതോടെ കരച്ചിൽ വന്നു. അവളുടെ കണ്ണു നിറഞ്ഞതും ശ്യാമ വല്ലാതെയായിപ്പോയി. അതിനു മാത്രം ഇപ്പോൾ എന്താ പറഞ്ഞതെന്ന പോലെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ശ്യാമ. ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ശ്യാമ പറഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ കയറി പിടിച്ചു സാറ. എന്നെ ചേച്ചി തെറ്റിദ്ധരിക്കരുത്. ചേച്ചി കരുതുന്ന പോലെ ഒന്നുമല്ല. എനിക്ക് ആളെ മുൻപേ അറിയാം. അവളത് പറഞ്ഞതും ശ്യാമ ഞെട്ടി. മുൻപേ അറിയാമെന്നോ? എങ്ങനെ? ശ്യാമ ചോദിച്ചതും സാറെ അവളോട് തുറന്നു പറഞ്ഞു എല്ലാം. തൻ്റെ പ്രണയകാലത്തെക്കുറിച്ച്. ഒരു മഴയിൽ ആദ്യമായി അവനെ കണ്ടത്, അവൻ തന്നെ പ്രണയിച്ചത്, അവസാനം എന്തിനാണ് സെബാസ്റ്റ്യൻ എന്ന അഴുക്കുചാൽ തിരഞ്ഞെടുത്തതെന്നതടക്കം എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. എല്ലാം കേട്ടതും ശ്യാമയിലും അമ്പരപ്പ്. നീ ഇതൊന്നും ഇതുവരെ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ മോളെ. ഈ ചെറിയ പ്രായത്തിനിടയിൽ എന്തെല്ലാം സഹിച്ചു നീ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു അനുകമ്പ തോന്നിപ്പോയിരുന്നു സാറയ്ക്ക് ശ്യാമയോട്. ഈ സമയം പുറത്തിരുന്ന അനീഷിനോട് തൻ്റെ പ്രണയകഥ വിശദീകരിക്കുകയായിരുന്നു ആദവും. ഒരിക്കൽ ഞാൻ എല്ലാം മറന്നതാണ് ചേച്ചി.
വീണ്ടും ആളെ കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതുമല്ല. കണ്ടു കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും ഓടിപ്പോയാലോ എന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ വരുന്നത്? ഞാൻ പറഞ്ഞതാ ഒന്നും വേണ്ടെന്ന്. പക്ഷെ ഒരേ വാശിയിലാണ്, വേറെ ആരും ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന്. എന്നെയും മോളെയും ഒരുമിച്ച് ജീവിതത്തിൽ കൂട്ടാനാണ് ഇപ്പോഴത്തെ തീരുമാനമെന്നൊക്കെയാ പറയുന്നത്. എനിക്ക് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നൊരു രൂപവുമില്ല. എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. ഞാൻ എന്താ ചെയ്യുക? ആരോടാ പറയുക? എനിക്കറിയില്ല ചേച്ചി. ചേച്ചി പറഞ്ഞതുപോലെ പോലീസുകാരനും എന്തും പറയുന്നതിൽ ഒരു നിയന്ത്രണങ്ങളൊക്കെ ഇല്ലേ എനിക്ക്? സാറ നിസ്സഹായം ചോദിച്ചു. അയാൾ നല്ല മനുഷ്യനാണെന്ന് നിനക്ക് ഉറപ്പല്ലേ? 100%. അത് പറയാൻ അവൾക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. എങ്കിൽ പിന്നെ നിനക്ക് വേണ്ട ചേച്ചി, അതുമാത്രം പറയരുത്. സെബാസ്റ്റ്യൻ എൻ്റെ ജീവിതത്തിലും എൻ്റെ ശരീരത്തിലും എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്കെല്ലാം അറിയാം. അങ്ങനെയുള്ള ഞാൻ എന്നെ എനിക്ക് പറ്റില്ല. സാറ് ശ്യാമയെ മുഴുവിപ്പിക്കാൻ അനുവദിക്കാതെ പറഞ്ഞു. ഒരിക്കൽ നിങ്ങൾ സ്നേഹിച്ചവരല്ലേ മോളെ? അതൊന്നും ആ സാറിൻ്റെ പ്രശ്നമല്ലെങ്കിൽ ചേച്ചി എന്നോട് ഇക്കാര്യം സംസാരിക്കണ്ട. അവളത് പറഞ്ഞപ്പോൾ ശ്യാമയ്ക്ക് എങ്ങനെയെങ്കിലും ആദമിനെ ഒന്ന് കണ്ട് സംസാരിച്ചാൽ മതിയെന്നായി. സാറയും ആദവും ഒരുമിക്കണമെന്ന് ആ നിമിഷം ശ്യാമ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതിന് തന്നെ കൊണ്ട് പറ്റുന്ന എന്തും ചെയ്യുമെന്ന് ഒരു തീരുമാനവും ശ്യാമ എടുത്തിരുന്നു. പുറത്ത് അനീഷിനോട് ഇതേ കാര്യം ചട്ടം കെട്ടുകയായിരുന്നു ആദവും. എങ്ങനെയെങ്കിലും സാറയുടെ മനസ്സൊന്ന് മാറ്റി തനിക്ക് സ്വന്തമാക്കി കൊടുക്കണമെന്ന്. ഇനി ഒരിക്കൽ കൂടി അവളെ തനിക്ക് മറക്കാൻ പറ്റില്ലെന്ന്. ഒരു പോലീസുകാരൻ്റെ യാതൊരു ഗൗരവവുമില്ലാതെ ഒരടുത്ത സുഹൃത്തിനോട് എന്നതുപോലെ തൻ്റെ പ്രണയകഥ അനീഷിനോട് ആദം പറഞ്ഞത്. ഇടയ്ക്കൊക്കെ അവന് വാക്കുകൾ ഇടറി, കണ്ണുകൾ നിറഞ്ഞു. അതിൽ നിന്ന് തന്നെ അനീഷിന് വ്യക്തമായിരുന്നു സാറെ ആദമിന് എന്തായിരുന്നുവെന്ന്. ആ മനസ്സിൽ എത്രത്തോളം സ്ഥാനം എപ്പോഴും സാറയ്ക്ക് അവൻ കൊടുക്കുന്നുണ്ടെന്ന്. സാറ് വിഷമിക്കാതെ. സാറിന് സാറെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കത് എന്തെങ്കിലും ചെയ്യാം. ഞാൻ ശ്യാമയോടും പറയാം. ഏതായാലും ഇപ്പോൾ തൽക്കാലം വിഷമിക്കാതെ. ആദമിൻ്റെ തോളിൽ തട്ടി ഒരു സഹോദരനെ പോലെ പറയുന്നുണ്ടായിരുന്നു അനീഷ്. അവൻ്റെ മനസ്സിനെ വല്ലാത്തൊരു സമാധാനം. ഇതൊന്നും മനസ്സിലാവാതെ ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കയ്യിലിരിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ്. അവൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അവൻ അവളെ നോക്കി വെറുതെ ഒന്ന് കണ്ണു ചിമ്മി. അമ്മ. അവൾ അകത്തേക്ക് കൈ ചൂണ്ടുന്നുണ്ട്. മോളെ കാണിച്ചു തരാം എന്നും പറഞ്ഞ് അനീഷിനെ ഒന്ന് നോക്കിയതിനു ശേഷം ആദം അകത്തേക്ക് നടക്കാൻ തുടങ്ങി. ആ നിമിഷം ശ്യാമയുടെ അരികിൽ തന്നെ ഒരു അഭയം എന്നതുപോലെ ചേർന്നിരിക്കുകയാണ് സാറ. ശ്യാമയുടെ തോളിൽ തലവെച്ച് അവൾ നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന് ആ ചുവന്ന കണ്ണുകൾ അവന് മനസ്സിലാക്കി കൊടുത്തു. അവനെ കണ്ടതും പെട്ടെന്ന് ശ്യാമയുടെ തോളിൽ നിന്നും ഉയർന്നു. ശ്യാമയും പെട്ടെന്ന് എഴുന്നേറ്റു. ശേഷം അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. തിരികെ അവനും ഒരു പുഞ്ചിരി നൽകി. അവർ സംസാരിക്കട്ടെ എന്ന് കരുതി ശ്യാമ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ പുറത്ത് കാണും. ശ്യാമ ആദത്തിനോടും സാറയോടും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവർ പുറത്തേക്ക് പോയതും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിപ്പോയിരുന്നു സാറ. എന്തൊക്കെയോ പരിഭവം ആ മുഖം അവനോട് പറയുന്നുണ്ടായിരുന്നു. റൂം ശരിയാക്കിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറാൻ പറ്റും. അവൻ മോളെ അവൾക്കരികിലേക്ക് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. ആ നിമിഷം തന്നെ മോളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു സാറ. ഇവിടെ വേണ്ട, ഏതെങ്കിലും ഗവൺമെൻറ് ആശുപത്രി മതി. എൻ്റെ കയ്യിൽ അതിനു മാത്രമുള്ള പൈസയൊന്നുമില്ല. റൂമൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് പൈസയാവില്ലേ? മറ്റെവിടെയോ നോക്കിക്കൊണ്ട് പറഞ്ഞു സാറ. ഇതുവരെയുള്ളത് അടച്ചിട്ടുണ്ട്, അങ്ങോട്ടുള്ളത് ഞാൻ അടച്ചോളാം. ആദം പറഞ്ഞു. വേണ്ട. അവൾ ശബ്ദം താഴ്ത്തിയാണെങ്കിലും ഉറപ്പോടെയാണ് പറഞ്ഞത്. വേണം. അവനും അതേ ഉറപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ഒന്നുകൂടി അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എത്ര നോക്കി പേടിപ്പിച്ചാലും ഞാൻ ഈ ആശുപത്രി മാറാൻ സമ്മതിക്കില്ല. ഇവിടെ ആകുമ്പോൾ കൂടെ ആരുമില്ലെങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നും വരില്ല, അവൻ പറഞ്ഞു. അവർക്കൊക്കെ ജോലിയുള്ളതല്ലേ, കൂടെ നിൽക്കാനോ എപ്പോഴും വരാനും പറ്റുമോ? ഇവിടെ ആകുമ്പോൾ ആരെങ്കിലും നേഴ്സുമാരെപ്പോഴും കാണും. അവൻ പറഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് എതിർക്കാൻ തോന്നിയില്ല. ശരിയാണ്, ശ്യാമ ചേച്ചിക്കും ജോലിയുണ്ട്. രണ്ടുപേരും ജോലി നോക്കുന്നത് കൊണ്ടാണ് ആ വീട് മുന്നോട്ട് പോകുന്നത്. തൻ്റെ കൂടെ ഒരു ആവശ്യത്തിന് വന്ന് നിൽക്കാൻ വേറെ ആരോ ഉള്ളത്? വീട്ടിൽ വിളിച്ചാൽ അമ്മച്ചി വന്ന് നിൽക്കുമോ? ഒരിക്കലുമില്ല. അപ്പം തന്നെ കുറേ കാര്യങ്ങൾ അമ്മച്ചി പറയാൻ തുടങ്ങും. ആൻഡ്രൂസിന് ഇഷ്ടപ്പെടില്ല, അവൻ്റെ ഭാര്യയെ കൊണ്ട് ജോലി ഏൽപ്പിച്ചുവെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമെന്നൊക്കെ. അതൊക്കെ ഓർമ്മിക്കുമ്പോൾ ഒരാവശ്യത്തിന് അമ്മച്ചിയെ വിളിക്കാനും പറ്റില്ല. പിന്നെ ഒരു സഹായത്തിനാകെയുള്ളത് ശ്യാമയും അനീഷുമാണ്. മോളെ വേണമെങ്കിൽ അവരുടെ വീട്ടിൽ 2-3 ദിവസം തീർത്താം. തന്നെ നോക്കാനും കൂടി അവർ വരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അനീഷിൻ്റെ വൈഫിൻ്റെ അമ്മയ്ക്കിന്ന് എന്തോ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് ചെല്ലണമെന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞതാണെന്ന്. അപ്പോൾ ഇറങ്ങാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഈ സംഭവം കേട്ടതത്രേ. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് കൂടെ നിൽക്കാൻ അവരെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ, ആദം പറഞ്ഞു. ആരും വേണ്ട, റൂമിലേക്ക് മാറ്റിയാൽ ഞാനും മോളും ഒറ്റയ്ക്ക് മതി, സാറ് പറഞ്ഞു. കാല് പോലും അനക്കാൻ കഴിയാതെ കിടക്കുന്ന നീ മോളെയും കൊണ്ട് എന്ത് ചെയ്യാനാ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് സാരമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ? അതൊന്നും ശരിയാവില്ല സാറാ. ഞാൻ ലീവ് എടുക്കാം.
ഇന്നൊരു ദിവസം ഞാൻ നിൽക്കാം. നാളത്തെ കാര്യമല്ലേ, അതിന് സമയമുണ്ടല്ലോ. എന്തെങ്കിലും നമുക്ക് ചെയ്യാം. ആദം പറഞ്ഞു. അത് വേണ്ട, ബുദ്ധിമുട്ടാകും. അവൾ പറഞ്ഞു. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യമാ പറഞ്ഞത്. എവിടെയോ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അവൻ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു പോയിരുന്നു അവനിൽ. ആ ബുദ്ധിമുട്ട് അങ്ങോട്ട് സഹിക്കുക. ഞാൻ പോയി റൂമിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. അവനൊരു ചിരിയോട് പറഞ്ഞ് മോളുടെ കവിളിൽ ഒന്ന് തഴുകി പോകാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ കൈകളിലൊന്ന് പിടിച്ചു സാറ. എനിക്ക് കേസൊന്നുമില്ല. ആ പയ്യൻ പോയി രക്ഷപ്പെട്ടോട്ടെ. എൻ്റെ കുഴപ്പം കൊണ്ട് പറ്റിയതാ. വെറുതെ അവരെ ഒന്നും ചുറ്റിക്കാൻ നിൽക്കണ്ട. ഒരു ജോലിക്ക് വേണ്ടി പോവാൻ നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞത്? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ്റെ നോട്ടം അവളുടെ കൈകളിലായിരുന്നു. അവൾ പിടുത്തമിട്ടിരിക്കുന്ന അവളുടെ കൈകളിൽ. അത് മനസ്സിലാക്കിയതും പെട്ടെന്ന് അവൾ കൈ പിൻവലിച്ചു. അവൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരിയുണ്ട്. നിന്റെ ഭാഗത്ത് എന്ത് കുഴപ്പം? അവൻ അവളോട് ചോദിച്ചു. റോഡിൽ കൂടി സ്വപ്നം കണ്ടുകൊണ്ട് നടന്നാൽ ആരെയാണെങ്കിലും വണ്ടി ഇടിക്കും. അതിന് വണ്ടി കൊണ്ട് വരുന്നവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ശ്രദ്ധിച്ചില്ല. ചുറ്റുമൊന്നും നോക്കാതെ ക്രോസ് ചെയ്തത് എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ മിസ്റ്റേക്കാണ്. അതിന് ആ പയ്യനെതിരെ കേസൊന്നും എടുക്കണ്ട. അവൾ പറഞ്ഞതും അവൻ അവളെ തന്നെ ഒന്ന് നോക്കി ചെറുചിരിയോടെ. മീശയൊന്ന് പിരിച്ച് അവളുടെ അരികിലായി അവനൊന്നിരുന്നു. മോള് രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ ആരെ സ്വപ്നം കണ്ട റോഡിൽ കൂടി നടന്നത്? ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളുടെ മുഖം വിയർത്തത് അവൻ വ്യക്തമായി കണ്ടു. ഇപ്പോൾ ആ കൈയുടെ ഉള്ളം വരെ വിയർത്തിട്ടുണ്ടാകുമെന്ന് അവനറിയാം. അവൾക്ക് മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല. പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. അവൻ ഇങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചെടുക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആരെയും സ്വപ്നം കണ്ടതല്ല, ശ്രദ്ധിച്ചില്ല, സാറ പറഞ്ഞു. അങ്ങനെയല്ലല്ലോ മുൻപേ പറഞ്ഞത്. ആരെയോ സ്വപ്നം കണ്ട് നടന്നിട്ട് പറ്റിയതാണെന്നല്ലേ? അവന് സംശയം തീർന്നില്ല. അത് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നു പോയതാ. അവളവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആണോ? അവളുടെ ചെവിയോരം ഒരല്പം അടുത്ത് അവളുടെ ചെവിയിൽ തൊട്ടു തൊട്ടില്ല എന്നതുപോലെ അവൻ ചോദിക്കുന്നുണ്ട്. ആ നിശ്വാസം പോലും അവൾക്കറിയാം. സാറയുടെ ശരീരത്തിൽ രോമങ്ങൾ പോലും ഉണർന്നു ആ സാമീപ്യത്തിൽ. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.